ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തു പാതയായ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക്. 3 അമേരിക്കൻ നാവിക കപ്പലുകൾക്ക് നേരെ ഇറാൻ വൻതോതിൽ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. എന്നാൽ ഇറാന്റെ നീക്കങ്ങളെ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ നിമിഷ നേരം കൊണ്ട് തകർത്തതായും കപ്പലുകൾ സുരക്ഷിതമാണെന്നും ട്രംപ് വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ എണ്ണക്കടത്തു പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിൽ വെച്ച് കഴിഞ്ഞ ദിവസം അമേരിക്കൻ നാവികസേനയുടെ 3 പ്രമുഖ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളായ USS ട്രൂക്സ്റ്റൺ, USS റാഫേൽ പെരാൾട്ട, USS മാസൺ എന്നിവയ്ക്കെതിരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടു. ഗൾഫ് ഓഫ് ഒമാനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കപ്പലുകളെ ലക്ഷ്യം വെച്ച് ഒരേ സമയം ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ചെറുകിട സായുധ ബോട്ടുകളും ഉപയോഗിച്ചുള്ള ഒരു സംയോജിത ആക്രമണ രീതിയാണ് ഇറാൻ ഉപയോഗിച്ചത്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെയും മേഖലയിലെ സമാധാനത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള ഈ പ്രകോപനം ഉണ്ടായ ഉടൻ തന്നെ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചു. തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ നീക്കത്തെ ഭീരുത്വപരമായ ആക്രമണം എന്ന് വിശേഷിപ്പിക്കുകയും അമേരിക്കയുടെ പക്കലുള്ള അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇറാനിയൻ ഡ്രോണുകളെയും മിസൈലുകളെയും നിമിഷ നേരം കൊണ്ട് തകർത്തതായി ലോകത്തെ അറിയിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ അമേരിക്കൻ കപ്പലുകൾക്ക് യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ട്രംപ് തങ്ങളുടെ സൈനിക ശക്തിയെ പരീക്ഷിച്ച ഇറാൻ ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന കടുത്ത മുന്നറിയിപ്പും നൽകി.